ഇപ്പൊ അസർബൈജാൻക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ മുകളിൽ കൂടെ പോകണമെങ്കിൽ മറ്റേ മിസൈൽ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി ആൾക്കാർ ഇപ്പൊ ഇന്നലെ കൂടി ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. ട്രാവൽസ് ഈ 11 വർഷം എക്സ്പീരിയൻസിൽ മുബഷിർ ബ്രോ എത്ര കൺട്രീസ് എക്സ്പ്ലോർ ചെയ്തു? ഞാൻ അധികം പോയില്ല, ഒരു 16-17 രാജ്യങ്ങൾ. 17 രാജ്യം പോയി. കൂടുതലല്ല. 2011 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 2011 ഒരു 13-14 വർഷമായി ഈ മേഖലയിൽ എങ്ങനെ എത്തിപ്പെട്ടത് മുബഷിർ ബ്രോ? 2007 ഞാൻ ഈ ഫീൽഡിൽ ഉള്ള ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ട്രാവലിംഗ് ഒരു പാഷനാണ്. പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതേമാതിരി ഇങ്ങനെ ട്രാവലിംഗ് അങ്ങനെ പുറത്തേക്കൊന്നുമില്ല, നമ്മുടെ നാട്ടിലുള്ള യാത്രകൾ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ ഒരു പാക്കേജ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഞങ്ങൾ ആദ്യം അവിടെ പോകും, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. നമ്മൾ വിടുന്ന ആൾക്കാരെ ഇപ്പോ അവിടെ ഉള്ള നമ്മുടെ സപ്ലൈസ് ഒക്കെ ഓക്കെ ആണോ? കാരണം ആൾക്കാർക്ക് ഇപ്പോൾ പേടിയാണ് പുതിയ രാജ്യത്തേക്ക് പോകാൻ, അവിടെ എന്തൊക്കെ സംഭവിക്കോ. ആൾക്കാർ ഇപ്പൊ അസർബൈജാൻക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ മുകളിൽ കൂടെ പോകണമെങ്കിൽ മറ്റേ മിസൈൽ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി ആൾക്കാർ ഇപ്പൊ ഇന്നലെ കൂടി ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ആ പേടിയൊക്കെ മാറ്റി പലർക്കും അപ്പൊ നമ്മളവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീലും നമ്മൾ വെറുതെ കാണാതെ പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങളത് ആദ്യം പോയി കണ്ട് ഡെസ്റ്റിനേഷൻ കണ്ട് സെറ്റ് ആക്കി ഓക്കെ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയ സാധനം മാത്രമേ ഞങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആള് പെട്ടെന്ന് കൺവിൻസ് ആവും.